ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ ഭാസ്കര മുളക് എന്താ ഭാസ്കര മുളക് പഴുത്ത് പൊട്ടിച്ചോടെ ഇങ്ങനെ നമ്മള് എനിക്ക് കഴിക്കാനുള്ള അതാണ് കഴിച്ചോ. എന്തായാലും ഉപ്പേരിക്ക് പറ്റില്ലെന്ന് ഉറപ്പാ. ഒന്നും ചെയ്ത കാര്യങ്ങൾ അവൾ അറിഞ്ഞിട്ടില്ല. അവള് നോക്കുക. വൈകുന്നേരം അമ്മയ്ക്ക് വേഗം നട്ട് അവസാനിപ്പിക്കും വേണം. നമ്മുടെ ചേമ്പേ ഇതേപോലെയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടാ. എന്താ പറയുക, ഉച്ചയിലേക്ക് ഒരു കറി വയ്ക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഈ പറമ്പിലേക്കാണ് വന്ന് നോക്കണേ. കറി വെക്കാനല്ല, നമ്മുടെ ചേമ്പ് പറിക്കണം. ചേമ്പാണ് ഞാൻ കറി വയ്ക്കാൻ വിചാരിച്ചു നോക്കണേ. പിന്നെ അത് മാത്രമല്ല, ചേമ്പ് എല്ലാം പറിച്ചെടുക്കാറായിട്ടുണ്ട്. പിന്നെ അതെല്ലാം കുറച്ച് കൊണ്ട് പോയിട്ട് കറിയൊക്കെ വെച്ചിട്ട് വേണം ഇവിടെ വന്നിട്ട് ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കണം. ഇതിൻ്റെയൊക്കെ ഒരു വിധം ടൈം കഴിഞ്ഞേ. അപ്പോൾ അങ്ങനെ ഇന്ന് പറമ്പിൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഉച്ചയിലേക്കുള്ളൊരു കറിക്കുള്ളൊരു ചേമ്പ് പറിച്ചെടുക്കട്ടെ. ഇത് നമ്മുടെ സ്ട്രോബെറി പേരക്കായാട്ടാ. മഞ്ഞ കളറായിരിക്കും ഇനി അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിന്ന് കണ്ടിട്ടുണ്ടെങ്കിലേ ഈ ഒരു തടം ഫുള്ള് ഇങ്ങനെ ഫുള്ള് നമ്മുടെ ചേമ്പാണ് നട്ടു കൊടുത്തോണേ. അപ്പോൾ ഇപ്പം ചേമ്പ് പറിക്കേണ്ട ടൈമാണ്. അപ്പോൾ നമ്മുടെ കൈക്കോട്ട് എടുക്കട്ടെ, കുഞ്ഞു കൈക്കോട്ട്. നമ്മുടെ മാമൊന്ന് ഒടിഞ്ഞു വേണൊരു കൊമ്പ് നോക്കിയേ. ഈ ഉണങ്ങിയ കൊമ്പതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാരണം ഒന്നാമത്തെ നോക്കിയാൽ പേളിക്കുട്ടിക്ക് ഇവിടെ എടുക്കുന്ന ഒരു സ്ഥലം നമ്മളതിൽ എപ്പോഴും ഉണ്ടാവും. കാരണം ഇവിടെ മുളകൊക്കെ നട്ടിട്ടുള്ള ഇപ്പോൾ ഇരുമത്തെ പഴുത്ത മുളകൊക്കെ ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ മാവിൻ്റെ താഴെന്ന് വേണ്ടി കാര്യമില്ല. നമ്മൾ അത്യാവശ്യം ഓരോ നട്ടു കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ മേല് വീണൊരു അവസ്ഥ നോക്കിയേ. അങ്ങനെ പിന്നെ അത് കണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ മാവിൻ്റെ കടക്കിൽ ഇങ്ങനെ ഇരിക്കുന്ന കവറുകൾ കേട്ടോ. അതെന്നിട്ടാണെങ്കിൽ കുമ്മായം, പിന്നെ അതേപോലെ തന്നെ കമ്പോസ്റ്റ്, നമ്മുടെ എല്ലുപൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നത് ഈ മാവിൻ്റെ കടക്കിലായിരിക്കും. അത് ഞാൻ എപ്പോഴും മാവിൻ്റെ കടയ്ക്ക് എപ്പോഴും ഉണ്ടാവും ഓരോ കവറുകൾ. ഇനിയിപ്പോൾ ഇത് പറിച്ചെടുക്കട്ടെ. ചേമ്പിൻ്റെ ഈ ഒരു കടഭാഷ ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയി. ഇങ്ങനെ കിടക്കുക കണ്ടിട്ടാണ് നമ്മൾ പറിക്കാട്ടാ. കണ്ട അയ്യോ, എൻ്റെ ഒരു ചെണ്ടുമല്ലി തൈ പോയില്ലോ. ഒരു കറി കൂടി പറിക്കാം. വൈകിട്ട് ചേമ്പാട്ട നമ്മുടെ തണ്ട് കാട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊന്നും അതേ ഒരു തണ്ടായിരിക്കും അല്ല, ഇങ്ങനത്തെ തണ്ടാണ് ഈ ചേമ്പിൻ്റെ. ഇനി ഇത്രയും മതി. ഇപ്പം ഇത് കൊണ്ടുപോയിട്ട് നല്ല മണി നോക്കിയിട്ടുള്ള കണ്ടെങ്കിൽ ഉരുണ്ട മണി നോക്കിയിട്ടുള്ളതായിട്ട് വെക്കുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മണികൾ, നല്ല ഉരുണ്ട മണികൾ നോക്കിയിട്ടാണ് നമ്മൾ കറി വയ്ക്കുക എടുക്കുക. ഇതുകൊണ്ട് കറി വയ്ക്കട്ടെ. പിന്നെ ഇത് കൊണ്ടിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നട്ടു കൊടുത്ത സമയത്ത് തന്നെ മുളച്ച് വന്നതായിരുന്നു നമ്മുടെ ഈ ഒരു കയ്പ. അപ്പോൾ ഈ കയ്പ ഇങ്ങനെ മുളച്ച് വന്നത് കണ്ടപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ച് അതിന് പന്തലോട്ട് കൊടുത്തു. അപ്പോൾ വലിയ വലിപ്പമുള്ള കയ്പക്കായ അല്ലാണ്ട് അതേ നോക്കിയേ കേട്ടാ. ഇങ്ങനത്തെ ഒരു ടൈപ്പിലുണ്ട് പെട്ടത്. അതൊക്കെ വലിപ്പം വരുള്ളൂ കേട്ടാ. അപ്പോൾ ഇത് കറി വെച്ച് വന്നിട്ട് വേണം ബാക്കിയുള്ള എല്ലാ ചേമ്പും പറിച്ചെടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബാക്കിയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യം കറി വയ്ക്കാൻ പോട്ടെ. അപ്പം നമ്മുടെ ചേമ്പിലത്തെ കുറച്ച് നല്ല മണി പോലത്തെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തിട്ടാട്ടോ കറി വയ്ക്കുന്നത്. അപ്പോൾ നല്ല സുഖമുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളയാനായിട്ട്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേമ്പ് നമുക്ക് എങ്ങനെ കറി വയ്ക്കാനും രസമല്ലേ. ഇപ്പോൾ പുളിങ്കറി വയ്ക്കായാലും ഇന്നിപ്പോൾ ഞാൻ വയ്ക്കണമെന്ന് എന്താണെന്നറിയോ,
മോരൊക്കെ ഒഴിച്ചിട്ട് ഇത്തിരി നാളികേരമൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു മോരുകറി ആട്ടോ ഇന്നത്തെ നമ്മുടെ ചേമ്പോട്ട് വയ്ക്കണേ. പിന്നെ കണ്ടോ നല്ല എളുപ്പത്തിൽ തൊലിയൊക്കെ പോകണ്ടിട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞു മണികളൊക്കെ എടുത്തിട്ട് വെക്കുമ്പോൾ നമ്മൾ നുറുക്കൊന്നുമില്ല, മുഴുവനോടെ തന്നെയായിട്ട് ഇടുക. ചേമ്പ് കടിക്ക് നമ്മളൊരു കലത്തിലേക്ക് ഇട്ടു. നമ്മളതിലേക്ക് ഇത്തിരിയോളം മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്തിരിയോളം കറിവേപ്പില. ഇനി നമുക്കതിലേക്ക് ഇതൊക്കെ ചേമ്പ് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വെച്ച് ശീലമുള്ള കാരണേ ഈ ഒരു വെള്ളം മതിയിട്ട് വേവാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇത്തിരിയോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ച് തീ കത്തിക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പ് കൂടി ഇരുന്ന് വേവട്ടെ. ഇനി നമ്മുടെ ചേമ്പ് കറിയിലേക്ക് ഇത്തിരി നാളേരം അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചു വെളുത്തുള്ളി, പിന്നെ കുറച്ച് ജീരകം കൂടിയിട്ടിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കണം കേട്ടോ. നമുക്കുണ്ടല്ലോ ഇതൊന്ന് മൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ചേമ്പ് വെന്തിട്ടുണ്ട് കണ്ടോ, തൊടുമ്പോൾ തന്നെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോണത്, ഞാനിതാ മോര് നന്നായിട്ട് ഇങ്ങനെ കട്ടൊന്നും ഇല്ലാണ്ട്, മോരല്ല തൈര് കട്ടൊന്നും ഇല്ലാണ്ട് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ടിയുള്ള തൈരായിരുന്നു. അതേപോലെ നമ്മളൊന്ന് ജാറിലൊരു ഒറ്റ അടിച്ചു കൂട്ടാ. അപ്പോൾ ഇതേപോലെ അഴുകിട്ടും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ മൂടിന്ന് വെക്കണില്ല കേട്ടോ. മോരൊക്കെ ഒഴിച്ചത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നാളികേരം അടിച്ചിട്ടുണ്ടല്ലോ, അതിതാ ഒഴിച്ചു കൊടുക്കുക. നല്ല വെണ്ണ പോലെ തന്നെ നമ്മൾ നാളികേരം അടിച്ചെടുക്കണം കേട്ടോ. അതൊന്ന് കഴുകുകയും കൂടി ഒഴിക്കട്ടെ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറക്കണം കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ ഇരുന്ന് കുറച്ചും കൂടിയും കട്ടിയാവും. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി നമുക്ക് താളിക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക്, 2 പച്ചമുളക്, ഒരു കതിരി കറിവേപ്പില. മുളകിൻ്റെയൊക്കെ ഒരു കളർ ഒന്ന് മാറി വന്നു. നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തു. മോരുകറി റെഡി. ചേമ്പ് പിന്നെ ഈ സമയത്ത് കേട്ടോ നല്ല കാറ്റുകാലൊക്കെ ആയിട്ട് വീശി തുടങ്ങിയാൽ ചേമ്പ് ചൊറിയില്ല. അഥവാ ഞാൻ അങ്ങനെ ചേമ്പ് ചൊറിയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കോഴിപ്പുളിയില്ലേ അതൊരു തുണ്ട് പിഴിഞ്ഞ് വെച്ചിട്ട് നന്നായി തിളപ്പിച്ചാൽ മതി കേട്ടോ. അപ്പം ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടത് കഴുകി നേരെ പറമ്പിലേക്ക്. പേളിക്കുട്ടിയെ ഷായിട്ടും പറമ്പിലുണ്ടേ, അത് കാരണം അവളിവിടെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുക. അപ്പോൾ നമുക്കിതാ ബാക്കിയുള്ള ചേമ്പൊക്കെ പറിക്കാമെന്ന് വെച്ചു. പക്ഷെ കൊട്ടയ്ക്ക് പകരം എടുത്ത് പോയി നമ്മുടെ പ്ലാസ്റ്റിക് കൊട്ടയിൽ പോയി. പിന്നെ നമ്മുടെ എന്താ പറയുക ഞാവൽ പറിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ചാമ്പക്കായൊക്കെ കുറച്ച് പൊട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാത്രം കൂടി എടുത്തു വിട്ടാൽ. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിനേക്കാളും മുന്നായിട്ട് നമുക്ക് ഈ പറമ്പിലേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വൃത്തിയാക്കാണ്ടെന്ന് ക്ലീനിങ് വാഴയുടെ കയ്യോളൊക്കെ മുറിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ മുറിക്കണം. അതേപോലെ ചെണ്ടുമല്ലിയൊക്കെ വൃത്തിയാക്കാണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാദ്യം ചെയ്യാം. ഈ വാഴക്കൈകളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടോ. ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറേ ഉണ്ടെന്നേ. ഇത് പൂവനായിട്ടാണ് നോക്കിയത്. നിൽക്കുന്നൊരു കായക്കൊല കണ്ടാ, നല്ലൊരു കൊലയാണ്. ഈ ഭാഗത്തെ വാഴമത്താണ് നമ്മൾ കായ പഴുക്കുമ്പോൾ കിളികൾക്ക് കൊടുക്കാറ്. കണ്ടാ ഈ കൊലമത്തെ അല്ല ഈ വാഴമത്തെ കണ്ട ഈ കൊല ഫുള്ള് നമ്മൾ കിളികൾക്ക് കൊടുത്തിട്ടുള്ളതാ. ഇന്നിപ്പോൾ പോകുമ്പോൾ എന്നിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഴപ്പിണ്ടിയും കൂടി കൊണ്ടുപോകും നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്തില്ലേ നമ്മൾ ഈ വാഴക്കൈ ഇടുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കുണ്ടുള്ള ഭാഗമാണ്. നമ്മളിങ്ങനെ ഉള്ളത് മുഴുവൻ കൊണ്ടിട്ട് കുറച്ചൊക്കെ ഒന്ന് തോർന്നു തുടങ്ങി. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഈ ഒരു വാഴ എന്ന് പറയുന്നത് നമ്മൾ പറിച്ചേക്കില്ല കേട്ടാ. ഒരു വട്ടം ഒരു കന്ന് വെച്ച് കൊടുത്തു. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ തന്നെ ഇളകൾ പൊട്ടി അങ്ങനെ എപ്പോഴും നമുക്ക് കായക്കൊലയ്ക്ക് ഒരു ദിവസം പോലും ക്ഷാമം ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് കായക്കൊല കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നോക്കുമ്പോൾ തന്നെ കണ്ട
കൊലകൾ നിൽക്കുന്നത് എല്ലായിടത്തും. ഇപ്പം നമുക്ക് കിളികൾ കൊടുത്താലും നമ്മുടെ ആവശ്യത്തിനായാലൊക്കെ കിട്ടും. അതുമാത്രമല്ല വലിയ കൊലകളാവില്ല. പൂവൻ കൊലകളൊക്കെ സാധാരണ നല്ല വലിപ്പുള്ള കായകളും നല്ല ഉരുണ്ട കായകളല്ലേ. ഇതിങ്ങനെ ചെറിയ ചെറിയ കന്നുകൾ പൊട്ടണ കാരണേ നല്ല കുഞ്ഞു കുഞ്ഞ് പഴങ്ങളായിരിക്കും. തിന്നാനെനിക്ക് നല്ല ടേസ്റ്റാണ് തോന്നാറ്, നല്ല കുഞ്ഞു പഴങ്ങൾ. അപ്പം അങ്ങനെ ഇതിങ്ങനെ നിർത്തും നമ്മൾ. ഇതുമ്പോൾ നമുക്ക് എപ്പോഴും ആവശ്യത്തിന് കിട്ടും ചെയ്യും അങ്ങനെയാകുമ്പോൾ. ഇനി നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ വലിച്ച് കളയാം. എന്ത് ഭംഗിയിൽ നിന്നിരുന്നായിരുന്നു നമ്മുടെ ഈ ചെണ്ടുമല്ലി. എന്ത് രസമായിരുന്നു എന്നറിയോ. അധികം ഹൈറ്റൊന്നും പോകാണ്ട് നല്ല കുറ്റിയായ പോലെ നിന്നിരുന്നത്. അല്ലെങ്കിൽ സാധാരണ ചെണ്ടുമല്ലിയൊക്കെ നമ്മുടെ ഹൈറ്റിൽ നിൽക്കുന്ന പോലെ അല്ലേ, ഇത് അങ്ങനെയല്ലായിരുന്നു. നല്ല കുറ്റിയായിട്ട് നല്ല കൊമ്പൻ ചില്ലയായിട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ വലിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ചെണ്ടുമല്ലി ഇപ്പോൾ വലിച്ച് കളയാറായി. അപ്പോഴേക്ക് നമ്മൾ അവിടെ നോക്കിയാൽ മുളകും തയ്യൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടാ, ഇങ്ങനെ വരി അറ്റം വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരെണ്ണം നട്ടിട്ട് ആ ഭാഗത്ത് അത് കളയുമ്പോൾ അടുത്തത് എന്തെങ്കിലും നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ പറയുക, ഒന്നും ഇല്ലാത്ത പോലെ തോന്നില്ലയാണ്. അടുത്തൊരാളും കൂടി പെട്ടെന്ന് വളർന്നു വരില്ലോ. പിന്നെ നോക്കിയാൽ നമ്മുടെ പേളിക്കുട്ടി ഇതാ മുളകും തൈ വെച്ച് കൊടുത്തലേക്ക് എടുക്കണം. അയ്യോ ഉറങ്ങായിരുന്നു. ഉറങ്ങിയോക്കോ പേളിക്കുട്ടി, ഉറങ്ങിയോക്കോ ഒറ്റ ഉറങ്ങിയോക്കോ. നമ്മുടെ പേളിക്കുട്ടിക്ക് ഉറക്കം ഭയങ്കര കുറവാന്നേ. പകലാണ് അവൾ പിന്നെ ഉറങ്ങുക. രാത്രിയിൽ നല്ല ഉറക്കം കുറവുണ്ട് പേളിക്കുട്ടിക്ക്. അതെന്താണെന്നറിയോ, ഇപ്പോഴും നമ്മുടെ പേളിക്കുട്ടിക്ക് ഭയങ്കര ടെൻഷനുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുട്ടിപ്പട്ടാളങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകാവോ, അവളുടെ മക്കൾ ആരെങ്കിലും എടുത്തു കൊണ്ടുപോകാവോ എന്നുള്ള ഒരു ടെൻഷനിൽ രാത്രിയിൽ എപ്പോഴും ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ഓടി ഇങ്ങനെ ഇരിക്കും. പകലാണ് അവൾ പിന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണേ ഞാൻ കാണുന്നത്. അപ്പം നമ്മുടെ പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെ എടുത്തു വെച്ചാൽ അവിടെ കിടന്നുറങ്ങും. വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ അവൾക്ക് സമാധാനമില്ല. അവിടെ നിന്നിട്ട് വീണ്ടും നമ്മൾ എവിടെയാണ് പണിയാണ് അവിടെ വന്ന് കിടന്നുറങ്ങും. ഇപ്പോൾ ഇതാ മുളക് വെച്ച് കൊടുത്തതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണേ, എന്നാലും നമ്മൾ അവളെ ഓടിപ്പിക്കണില്ല. കാരണം അവളുടെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ കളയണ്ട. അത് പറഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് നോക്കിയാൽ മുളക് തൈമേണ് തല വെച്ച് കിടക്കുക ആളുടെ. നമ്മുടെ ചേമ്പ് പറക്കണേൻ്റെ മുകളിലായിട്ടാണല്ലോ നമ്മുടെ ഈ പന്തലായിരുന്നത്. അപ്പോൾ ഈ പന്തലിന് ഇനി കളയാണ്. ഇതിപ്പോൾ ചെറിയൊരു കയ്പക്കായല്ലായിരുന്നു, അപ്പോൾ അത് പൊട്ടിച്ചെടുത്തു. നമുക്ക് ഇന്ന് വീട്ടിൽ ചെന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ ഒരു കയ്പ പന്തൽ. എന്താ പറയുക, കയ്പ ഉണ്ടായി കഴിഞ്ഞത് വൃത്തിയാക്കാനായിട്ട്. നമ്മളെ 2 ദിവസം മുന്നേ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പയർ നട്ടത് കാട്ടിയില്ലേ, നോക്കിയേ. 2 തരത്തിലും കണ്ട ഒരു വൈദ്യമായിട്ട് നട്ടക്കാരനെ കാണാനും ഭംഗിയില്ല. അതേപോലെ എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ കപ്പലണ്ടി ഇതാ മുളച്ചു. പിന്നെ ഉള്ളി. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിലേ നമ്മുടെ ചേമ്പ് പറിക്കട്ടെ പോയിട്ട്. മണ്ണ് പൊതിഞ്ഞിരിക്കണേ കണ്ട, നല്ല അത്യാവശ്യം നല്ല മണ്ണിയൊക്കെ ഉണ്ട് കേട്ടാ. അതെ, ഞാനേ ഈ കുഞ്ഞു കൈക്കോടുണ്ട് പറിക്കുമ്പോഴേ പകുതി അതിലേക്ക് കൊഴിയാ. കാരണം എന്താണെന്നറിയോ, ചേമ്പ് അത്യാവശ്യം അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഷായേട്ടനെ വിളിക്കട്ടെ പറിക്കാനായിട്ട്. ഇതുകൊണ്ട് പറിക്കുമ്പോഴേ കുറേ മുറിഞ്ഞ പോണേ. കണ്ട എത്ര എണ്ണം മുറിഞ്ഞേ. ഞാൻ ശരിയാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ആവണില്ല. ഇതൊക്കെ കണ്ടങ്ങനെ മുറിഞ്ഞോളെ കിട്ടണേ. ഷായേട്ടനെ വിളിക്കട്ടെ. ഞാൻ കളച്ചപ്പോൾ അതൊക്കെ പൊട്ടിയത് ഒക്കെ ഇതോടെ മുറിഞ്ഞ പോലെ. ഷായേട്ടൻ പറിക്കുമ്പോഴേ ശരിക്കും ആ കട അങ്ങനെ കിട്ടണത്. ഞാൻ പറിക്കുമ്പോൾ പകുതി മുറിഞ്ഞു പോയിരുന്നു. ഞാനത് പറിക്കിട്ടല്ലോ. ഷായേട്ടെ ഞാൻ കൊട്ട കൊണ്ടുവന്നിട്ടില്ലേ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നൊരു കൊട്ടയില്ലേ, ആ ഒരു കൊട്ടയിലേക്കാകുമ്പോൾ അത്രയും പറിച്ചാൽ മതി, പിന്നെയുള്ളത് പറിക്കണ്ട. മതിയാവട്ടെ ഷായിട്ടാ.
ദേ കളമുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ ചീഞ്ഞ് പോയി കാരണം അറിയില്ല. അയ്യോ നല്ല വലിയ ചേമ്പും കടയായിരുന്നത്. കട അങ്ങനെ പോയില്ല, നമ്മൾ കട തപ്പിയിട്ടുണ്ട് ഇന്ന ഭാഗത്തെ കട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കളക്കുന്നത്. അതാണ് ഒക്കെ കളമുണ്ട്. സാരില്ല. ഇത്ര മതിഷായിട്ടാ എനിക്കുണ്ടാവില്ലേ? വേണം ഫുള്ളാക്കണ്ടേ ഇനി? ഇത്ര മതി. ഇരുപല്ലോ. ഞാൻ ഈ 2 തട ഫുള്ള് പറിക്കാൻ വെച്ചിട്ട് വന്നതാ. പക്ഷെ നമ്മൾ ഇത്രയും പറിച്ചപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുവന്ന കൊട്ടേരിക്കുള്ളെന്ന് അറിഞ്ഞു. അപ്പം ഇനി വേറൊരു ദിവസം വന്നിട്ട് പറിക്കാം. പൊട്ടിച്ചില്ല. നമ്മുടെ ചേമ്പേ ഇതേപോലെയാണ് മണി പിടിച്ചിരിക്കുക. ഞാൻ കളിച്ചപ്പോൾ എല്ലാം അതിങ്ങനെ മണിമണിയായിട്ട് കൊഴിഞ്ഞു. ഷായട്ടൻ കളിച്ചാണ് ഞാൻ ഇതേപോലെ കിട്ടിയത്. അപ്പം നോക്കിയേ, ഇത്രയും ചേമ്പായിട്ട് നമ്മൾ പറിച്ചെടുത്തത്. ഇനിന്തേ കുറേ പറിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി വേറെ ദിവസം ഒരു കൊട്ട വളർന്നിട്ട് പറിക്കണം. ഇനി നമുക്ക് ചാമ്പക്കായും കിളിഞ്ഞാവലൊക്കെ പൊട്ടിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കോഴികൾക്ക് വാഴപ്പിണ്ടി കൊണ്ടുപോകണം. പിന്നെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പറമ്പിൽ കുറച്ച് പണി കൂടി ഉണ്ട്. അപ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ, ഇനി അതൊക്കെ പൊട്ടിക്കട്ടെ, കൈയൊക്കെ ഒന്ന് കഴുകട്ടെ. ഇതാണ് നമ്മുടെ കിളിഞ്ഞാവൽ. കിളിഞ്ഞാവൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. എല്ലാ സമയം നോക്കിയാലും കിളിഞ്ഞാവലുണ്ട്. എനിക്ക് ആദ്യം ഈ കിളിഞ്ഞാവലിനെ കുറിച്ച് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ തിന്നില്ല, നല്ല ഇഷ്ടമായി. കാരണം ഇതെന്താണെന്നറിയോ, നമ്മുടെ സാധാരണ ഞാവൽപ്പഴത്തിൻ്റെ ഒരെണ്ണെണ്ണോടത്ത് ഇതൊരു കുറേ വായിലിടണേ. അപ്പോൾ ശരിക്കും ആ ഞാവൽപ്പഴത്തിൻ്റെ ആ കറിയും ടേസ്റ്റൊക്കെ ഉണ്ട്, നന്നായിട്ട് പഴുത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നെന്ന് പറയുന്ന പോലെ ഇത് പൊട്ടിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഇന്നും കുറച്ച് പൊട്ടിക്കട്ടെ. കുറച്ച് സമയം കൂടുതൽ വേണമെന്നേ പൊട്ടിക്കരിക്കേ. അതാണ് കയ്യിൽ കാട്ടിയതാട്ടാ നിൽക്ക് വേണ്ടതേ. ശരിക്കും നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ അതേ സെയിം കളറൊക്കെ തന്നെയാണ്, ടേസ്റ്റും അങ്ങനെ തന്നെയാണ്. പിന്നെ ആ കറിയാണ് കൂടുതൽ കേട്ടാ. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നന്നായിട്ട് മാംസമുള്ള കാരണം അതിൻ്റെ ടേസ്റ്റുണ്ട്. അതിന് ആ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഷുഗർ ഉള്ളവർക്കുണ്ടല്ലോ ഇത് ഏറ്റവും നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടാ. കിളിഞ്ഞാവല് ദിവസം എന്ന് പറയണ പോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ പൊട്ടിച്ചുകൊണ്ട് വന്നു. ഇപ്പം ഇത്രയും പൊട്ടിച്ചുകൊണ്ട് പോകണല്ലോ. എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് പൊട്ടിക്കും നമ്മൾ, നല്ല പഴുത്ത് നോക്കിയിട്ട് കേട്ടാ. കാരണം പൊട്ടിക്കാൻ കുറേ സമയം വേണം, വിചാരിച്ച പോലെയല്ല. അപ്പം ഞാൻ ചാമ്പക്കായ കൂടി പൊട്ടിക്കാൻ നോക്കിഞ്ഞ്. നമ്മുടെ കൊത്തമ്പര നോക്കിയേ, കൊത്തമ്പര നോക്കിയേ. അയ്യോ താഴെ പോയി. നല്ലൊരു കളർ കണ്ട. കൊല്ലടക്കം പൊട്ടിക്കാൻ പറ്റുമോ നോക്കണേ, കിട്ടാവാ നോക്കിയേ. നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത്രയും ചാമ്പക്കായ നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി നമ്മൾ വാഴപ്പിണ്ടി വെട്ടുക, വീട്ടിൽ പോവുക, അവിടെ ചെന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോഴേ നമ്മുടെ കോഴികൾക്കൂടെ വാഴപ്പിണ്ടി ഉള്ള കാരണം അല്ലെങ്കിൽ നമ്മളിങ്ങനത്തെ ഈ കളയുന്നത് പോലുമില്ലേ ഈ പോളകൾ അതൊക്കെ ചെറുതാക്കി വെട്ടി നുറുക്കി തവിട് നനച്ച് കൊടുക്കും നമ്മൾ. ഇതിപ്പോൾ നമുക്ക് ഒരു കഷ്ണം കറിയൊക്കെ ഉപയോഗിക്കും, അവർക്കും കൊടുക്കും. അർബാനും കൊണ്ട് വന്നാൽ മതിയായിരുന്നു. നാളികേരം ഉണ്ടായിരുന്നു, കുറച്ച് പറക്കി കൊണ്ടുപോയി ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നു. പേട്ടിക്കുട്ടി നോക്കിയാൽ ഇത് സുന്ദര ഉറക്കം പറയൂ, ഭയങ്കര ഉറക്കാ തോന്നുക.
പേലിക്കുട്ടി പോവാ നമുക്ക് പോവാട്ടാ വാ വയ്യ പോവാ പോവാട്ടാ ഇതൊന്നും ചെയ്ത കാര്യങ്ങൾ അവിടെ വന്നിട്ടില്ല അവള് നോക്കുക ഇതാ ഇതാ അമ്മയുടെ കുട്ടികൾക്കുള്ളതല്ല നമ്മുടെ കോഴിബാബുകൾ കൊടുക്കാം വാ ഇതാ അവർക്ക് കൊടുക്കാം അവർക്ക് റൊണാൾഡോയുടെ വായിൽ എന്നിട്ട് സാധനം എൻ്റെക്കാളും മുന്നേ എൻ്റെ മക്കളാണ് കോഴിക്കൂട്ടിലേക്ക് കോഴിക്കൂട്ടിലെ പണി നടക്കണ കാരനാണ് കുറേ സാധനങ്ങളൊക്കെയും അവിടെ പണി നടക്കണ കാരണം അവിടത്തേക്ക് ഊരി ഇങ്ങോട്ട് വെച്ചിരിക്കുക വാ അതുപോലെ കഴിച്ചോട്ടാ അയ്യോ അമ്മേനെ കടത്ത് നമ്മുടെ ഈ പറമ്പിൽ കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞൊരു ഒരു കയ്പക്കായൊക്കെ നമുക്കിവിടെ തൈ കളയാറേന്ന് അത് ഈ കയ്പാട്ടാ. അപ്പോൾ ഇതുമ്പോൾ 2 കയ്പക്കായ ഉണ്ട്. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിതിപ്പോൾ തന്നെ ഈ പന്തൽ നല്ല വൃത്തിയാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ അപ്പോഴേക്ക് ഇതേ അടുത്തൊരു കയ്പ അവിടെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് പുതിയൊരു കയ്പയാണ്. അതേപോലെ തന്നെ അവിടെ ഒരു കയ്പേനെ ഇതേപോലെ തന്നെ നമ്മൾ വളർത്തി കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കളയേണ്ട കാരണം ആളെ അത് എനിക്ക് കയറ്റാണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുക. അപ്പോൾ ഈ കയ്പയ്ക്ക പൊട്ടിച്ചെടുക്കാം. മുളക് പൊട്ടിക്കേണ്ടതാണ് പ്ലേറ്റ് എടുത്തേ. നല്ല കയ്പയ്ക്കായിരുന്നു കേട്ടത്. എന്തൊരു നല്ല കയ്പൊക്കെ ആയിരുന്നു. ഇത്തിരി കലപ്പും കുറവായി ഒരു കളറിന്. ഇനി നമുക്ക് ഒരു പീച്ചിങ്ങ അതും പൊട്ടിക്കാം. ഇനി എന്താണെന്നറിയോ, നമുക്കൊരു പൈനാപ്പിൾ ഉണ്ട് പൊട്ടിക്കാൻ. നമുക്ക് നോക്കിയാൽ അവിടെ നിന്ന് ഇവിടെ വരെ എല്ലാ ടൈമും പൈനാപ്പിൾ ഉണ്ടായി നിൽക്കാം കേട്ടോ. ഇപ്പം ഈ ഒരു പൈനാപ്പിൾ നമുക്ക് നല്ല പാകമായിട്ടുണ്ട്. നോക്കിയേ എന്ത് ഭംഗിയുള്ള പൈനാപ്പിളാ. അപ്പം ഇതേപോലെ തന്നെ നോക്കിയാൽ അങ്ങോട്ട് അറ്റത്തേക്ക് നോക്കിയേ കണ്ടോ. ഇതേ നമുക്കിനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ കിട്ടൂട്ടാ. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പൈനാപ്പിൾ നമ്മൾക്ക് കിട്ടും. കാരണം നമ്മൾ എന്നും പൈനാപ്പിളൊന്നും കഴിക്കില്ലല്ലോ. അങ്ങനെ കഴിക്കണം തോന്നുമ്പോഴേക്ക് ഇതുപോലെ ഒരാൾ പഴുത്ത് കിട്ടാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആ പഴുത്തത് മാത്രമായിട്ട് പൊട്ടിച്ചെടുക്കാം. പഴുത്ത മുളക് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ പൊട്ടിക്കണേ. നമുക്ക് ഉണക്കാനുള്ളതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറില്ലേ ഭാസ്കര മുളക് എന്നുണ്ടാ. ഭാസ്കര മുളക് പഴുത്ത് പൊട്ടിച്ചു തുടങ്ങി നമ്മൾ.
അപ്പം നോക്കിയേ കണ്ട ഇത്രയും മുളക് നമ്മൾ പൊട്ടിച്ചെടുത്തു കേട്ടാ. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ട് ദിവസം കൂടുമ്പോൾ ഇതേപോലെ പൊട്ടിച്ചെടുത്തുകൊണ്ടേയിരിക്കും. പഴുത്ത മുളക് നമ്മൾ നിർത്തില്ല. പഴുത്ത മുളക് അപ്പം പൊട്ടിച്ചെടുത്തില്ലേ ആ ചെടി അങ്ങനെ തന്നെ നാശമായി പോവും. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നോക്കി നമ്മുടെ നിത്യവഴുതിരിങ്ങ കണ്ടോ. അപ്പം ഞാൻ നമ്മൾ പൊട്ടിച്ചെടുക്കട്ടെ. നമ്മുടെ ഈ നിത്യവഴുതിരിങ്ങ നന്നായി നിത്യവഴുതിരിങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, നമ്മുടെ ഈ പന്തലില് നിത്യവഴുതിരിങ്ങ ഈ ഒരു ഭാഗത്ത് മാത്രം നിന്ന് ഇങ്ങനെ കട്ട കുത്തി നിൽക്കുക. ആളുകൾ പടർന്നില്ലേ, നമ്മൾ വേണം പടർത്തി വിടാനായിട്ട്. അതെന്താണാവോ? ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടാ നോക്കി. കാരണം ഇത് മൂത്ത് കഴിഞ്ഞ് ഒന്നിനും കൊള്ളില്ല. അപ്പം അത് കാരണം എന്നും പൊട്ടിക്കേണ്ട വരണേ. അപ്പം നമ്മുടെ ഇന്നത്തെ പൊട്ടിക്കലൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കുന്ന ഇത്രയും സ്ഥലങ്ങളായിട്ട് പൊട്ടിച്ചേ. പിന്നെ നമ്മുടെ കാലത്ത് പൊട്ടിച്ച് നമ്മുടെ ചാമ്പക്കായ, അതേപോലെ എന്താ പറയുക കിളിഞ്ഞാവിൽ, നമ്മുടെ ചേമ്പ്. ഇനി നമ്മുടെ ഈ കയ്പക്കായനും കൂടി ഒന്ന് കളയട്ടെ കേട്ടാ, കയ്പത്തൈനെ. കാരണം ഇനി ഇത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയും കിട്ടിയായിരിക്കും നമുക്ക്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ, പുതിയ ആൾക്കാരെ കയറ്റാം. നമ്മുടെ ഈ കയ്പത്തൈടില്ലേ കടേര വണ്ണം കടിയരാട്ടാ. കാരണം നോക്കിയ കണ്ടോ തടി നോക്കിയേ, അടുത്തേക്ക് കണ്ടോ. ഇത്രയും മണ്ണുള്ള കയ്പ തൈയായിരുന്നു. അപ്പം അറിയാലോ ഇതുമെന്ന് നമുക്ക് അത്രയധികം കയ്പക്കായ പൊട്ടിയാൽ കിട്ടി. അത് മാത്രമല്ല, ഞാൻ പറയാറുണ്ട് എപ്പോഴും ഇതുമെന്ന് കയ്പക്കായ പൊട്ടിക്കുമ്പോൾ മഴക്കാലത്ത് നമ്മൾ പൂവെന്ന് വിചാരിച്ചിട്ട്, അതായത് വെള്ളം നിൽക്കുകയാണ് അപ്പോൾ അത് നാശമായി പോകുമെന്ന് വെച്ചു. പിന്നീട് അത് ആ വെള്ളത്തിൽ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീട് പൊടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് പെട്ടെന്ന് കയറ്റി കൊടുത്തതാ. അത്ര നല്ല കയ്പായിരുന്നത്. ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചില്ല വലിയ കയ്പ. ആ കയ്പയുടെ തയ്യാട്ടാ. കയ്പക്കായ പൊട്ടിച്ചുകൊണ്ടേണ്ടേ. മുകളിലും വൃത്തിയാക്കട്ടെ. എന്നിട്ട് നമ്മളെ ഈ ഓലയല്ല ടഞ്ഞി ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ പുതിയ തൈയാണിത് കയറി വരുന്നത്. ഡേ നമ്മൾ കയ്പ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ കയ്പത്തൈനെയാണ് നമ്മൾ കയറ്റണത്. അതിൻ്റെ തലവടെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിതിന് നമ്മുടെ മുന്നത്തെ ഒരു പീച്ചിങ്ങൊക്കെ ഇട്ടിട്ടുള്ള പന്തലല്ലേ, അങ്ങനത്തെ പന്തലിട്ടുണ്ടേ. അപ്പം ഇന്ന് ഇത് വൃത്തിയാക്കൽ മാത്രമേ ചെയ്യുള്ളൂ. കയ്പേനെ കയറ്റൽ വേറെ ദിവസം. അപ്പോൾ പന്തലിൻ്റെ ഏതാണ്ടൊക്കെ ഒരു ഭാഗം വൃത്തിയായി. ഇനി അടുത്ത ദിവസം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ പന്തലിടണം. ഇത് നമ്മുടെ കയ്പക്കായ പൊട്ടിച്ചുകൊണ്ടേ കവറെ ഞാനിവിടെ തിരികെ വെച്ച് കൊണ്ടുപോകാൻ മറന്നു. ഒന്നിന് വേണമെന്ന് പറയുന്ന പോലെ ഈ കയ്പയുടെ ഇത് ഞാൻ നമ്മുടെ അവിടുത്തെ വാഴയുടെ കടക്കിൽ വയ്ക്കാം. എവിടെ നിന്ന് പിടിക്കുമ്പോൾ ഭംഗിയിൽ കിട്ടുക. ആ സൈഡിൽ പോയി നിൽക്കുന്നിട്ട് ഞാൻ വയ്ക്കാം. ഇങ്ങനെ തന്നെയാണോ കിട്ടുക? അപ്പോൾ ഇന്ന് പറമ്പിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പറമ്പിലേക്ക് വരണം.
നമുക്ക് മുളകും തൈയൊക്കെ നടണം. അത് പിന്നെ ഉച്ചതിരിഞ്ഞ് നടുള്ളൂ നമ്മൾ. അപ്പം ഞാനിതാ വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ പ്രാവശ്യം പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ വിയറ്റ്നാമേരിൽ നിന്ന് ഒരു ചക്കിടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞേ കാപ്പിക്ക് മറ്റേ ചക്കുപ്പേരും അതേപോലെ തന്നെ കട്ടൻ കാപ്പി മതി എന്ന് പറഞ്ഞിട്ടാണ് ചക്കിടാൻ വന്നത് ഞാൻ. പക്ഷെ നമ്മുടെ ചക്കര അടുത്ത് വന്നപ്പോഴാണ് നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത് ഉപ്പേരിക്ക് സാധ്യത കുറവാണ്. എന്തായാലും കൊണ്ടുപോയി നോക്കട്ടെ. നമ്മുടെ ചക്ക ഞാൻ അതാ വെട്ടാട്ടെ കേട്ടാ. നമ്മൾ കട്ടൻ കാപ്പിയും എന്താ പറയുക ചക്കുപ്പേരിയും കഴിക്കണമെന്ന് ഷായിട്ട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ അത് വെട്ടി നോക്കട്ടെ. എന്തായാലും ഉപ്പേരിക്ക് പറ്റില്ലെന്ന് ഉറപ്പാ. ഉപ്പേരിക്ക് പറ്റില്ല കേട്ടാ. നോക്കിയേ നിറച്ച് ചൊളയാ കണ്ട. ഒരു പ്രത്യേക കളറാ. നല്ല ഓറഞ്ച് കളറായിരിക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഉറപ്പാണ്. ഞാൻ എന്തായാലും ഷായേട്ടൻ പറമ്പിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ ഷായേട്ടൻ കട്ടൻ ചായയും നമ്മുടെ ചക്കുപ്പേര് നോക്കിയിട്ടാവും കേട്ടോ പാവം ഇരിക്കുന്നുണ്ടാവുക. എന്തായാലും അതിനേക്കാളും ഇഷ്ടാവും ഇത് പഴുത്ത ചക്ക കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നന്നായിട്ട് ചൊളയുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടേ ഇല്ല കേട്ടാ. ഞാനേ ഷായേട്ടൻ തന്നെ പറയട്ടെ എന്ന് വെച്ചിട്ടിരിക്കണേ. അപ്പതേ ചക്ക പറിച്ച് കഴിഞ്ഞു. പറിച്ച് കഴിഞ്ഞിട്ടില്ലേ, പകുതി ചക്ക ഞാൻ പറിച്ചോളൂ കേട്ടാ. ഇനിയേ ഷായേട്ടൻ്റെ കൊടുക്കട്ടെ. അപ്പം ഇതിങ്ങനെ മൂടി വയ്ക്കട്ടെ. കട്ടൻ കാപ്പി വയ്ക്കാൻ നിൽക്കണില്ലേ, കാരണം പഴുത്ത ചക്കയായ കാരണം. നമ്മുടെ ചക്ക നമ്മുടെ പ്ലാവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു. അത് പഴുത്തൂല ശരിക്കും. ടേസ്റ്റ് പറഞ്ഞേ. നല്ല മധുരം ഉണ്ടത്. കളറ് കണ്ടപ്പോ എനിക്ക് നല്ല മധുരം ഉണ്ടെന്ന് തോന്നി. പക്ഷെ ഷായിട്ട് തന്നെ ടേസ്റ്റ് പറയട്ടെ എന്ന് വെച്ചിട്ടേ. നല്ല മധുരല്ലേ നമ്മുടെ. ഞാന് പറിച്ചിടുമ്പോ തിന്നണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തോന്നി വേണ്ട, ഷായിട്ട് തന്നെ പറയട്ടെ. നല്ല ടേസ്റ്റ്. എന്നുവെച്ചാലേ നമ്മള് ഉപ്പേരി കട്ടൻ ചായ ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് വിട്ടതാ. അപ്പൊ പഴുത്ത് കിട്ടി. ഇനി തന്നെ മതി, ചായയുടെ ആവശ്യമില്ല. ശരിക്കും നമ്മുടെ വിയറ്റ്നാമിൽ വന്ന പിന്നെ നമുക്ക് ചക്കയുടെ ഒരു ക്ഷാമം വന്നിട്ടില്ലല്ലോ ഷേട്ടാ. ശരിക്കും ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് പഴുത്ത് കിട്ടിയല്ലോ. കിട്ടി. അതായത് കൊല്ലത്തിൽ 3 പ്രാവശ്യം പ്ലാവുമ്പോ ചക്ക ഉണ്ടാവും. 2 പ്ലാവുണ്ട്, രണ്ടും ഉണ്ടാവുന്നുണ്ട് നമുക്ക്. ഇപ്പൊ അത് മാത്രമല്ല, നമ്മുടെ വലിയ പ്ലാവുമ്പോ സാധാരണ നാടൻ പ്ലാവുണ്ട് നമുക്ക് വരണം. നിറച്ചായി തുടങ്ങി. നമ്മുടെ അവിടെ ഫസ്റ്റ് ആവും അതുമേ വലിയ പ്ലാവ്. അതന്നെ ഇടിയൻ ചക്ക അവിടെ പാകായി. പിന്നെ അത് മാത്രല്ല ലാസ്റ്റ് വരെ നിൽക്കുകയും ചെയ്യും. അതുമേ പഴുത്തിട്ടും. കഴിച്ച ഷേട്ടേ, ഇതെനിക്ക് കഴിക്കാനുള്ളതുള്ള അതാണ്. കഴിച്ചോ? നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം ചേട്ടാ. അവിടെ ഇരുന്ന് കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പച്ചമുളക് നടാനായിട്ട്. അപ്പോൾ നമ്മളിതാ നോക്കിയേ, ഇനി നമ്മളിതാ 100 പച്ചമുളക് തൈകളാണ് നമ്മൾ നട്ടു കൊടുക്കാൻ പോണത് കേട്ടോ. അത് നമ്മുടെ ഭാസ്കര മുളക് തന്നെ. ഇതാണ് നമ്മുടെ ഭാസ്കര മുളക്. കണ്ടതേ ഉണ്ടായി നിൽക്കുന്നത്. ഞാൻ കുറച്ച് നേരത്തെ പൊട്ടിച്ചില്ലേ, കുറച്ച് പഴുത്ത മുളക്. ഈ ഭാസ്കര മുളക്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ചെയ്യണ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ എന്താണ് മുളകിന് ചെയ്യണമെന്നുള്ളത്. കാരണം നമ്മളൊരു വീഡിയോയിൽ ഒറ്റയടിക്ക് ഒരു മുളകിന് ചെയ്യണ എല്ലാ കാര്യങ്ങളും കാണിക്കല്ലേ ചെയ്യണേ. ഇവരുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുക്കാനും കട തൊടാതെ നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് കോഴിക്കാട്ട് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ തലി എടുത്തിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കും. പിന്നെ അടിച്ച് വരുന്ന ചവറ് കൊണ്ടിടും. ഇതൊക്കെ എന്ത് വളം നമ്മൾ കട തൊടാതെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കും. കാരണം മുളകും തൈ വളർന്ന് വരുന്നതിനനുസരിച്ച് അവരെ കടക്കിലേക്ക് മണ്ണ് ചെന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവർ കട നല്ല സ്ട്രോങ് ആവുകയും ചെയ്യും. ഒപ്പം നന്നായിട്ട് പൊട്ടിച്ചനച്ച് നല്ല കൊമ്പും ചില്ലൊക്കെ ആയിട്ട് വരിക കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മുളകിന് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇതന്നെ ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് കോഴിക്കാട്ടോ
കപ്പലുണ്ടി പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ നേർപ്പിച്ചതിൻ്റെ തളിയെടുത്ത് ഒഴിക്കുക. പിന്നെ ചാണം, പച്ചച്ചാണം കേട്ടോ, നമ്മൾ നല്ല വെള്ളം പോലെ കലക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഒഴിച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മുളകിന് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് മുളക് ഉണ്ടാക്കി കിട്ടണമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ മുളകിൻ തൈകളൊക്കെ നട്ടു കൊടുക്കട്ടെ. ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്ന് ഷായേട്ടനുണ്ട് എൻ്റെ കൂടെ മുളകിൻ തൈകൾ നടാനായിട്ട്. കാരണം 100 തൈകളുണ്ട്. എന്താ പറയുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് വേഗം നട്ട് അവസാനിപ്പിക്കും വേണം. അപ്പോൾ നമ്മൾ നടണമെന്ന് പറയുന്നത് 100 തൈ. ഇതിപ്പോൾ നമ്മുടെ ഈ വെച്ചിട്ടുള്ള മുളകിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെ തുടങ്ങി അങ്ങോട്ട് അറ്റം വരെ ആയിട്ട് ഫുള്ളായിട്ടാട്ടോ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു 1.5 അടി ഗ്യാപ്പെങ്കിലും ഇട്ടിട്ടാണ് നമ്മൾ മുളക് തൈകൾ നട്ടു കൊടുക്കണേ. കാരണം ഇവരൊക്കെ നമ്മൾ ഇങ്ങനെ കടക്കിലൊക്കെ മണ്ണിടണ്ടേ, ഇടയിലൊക്കെ നിൽക്കാനൊക്കെ പറ്റണം. കാരണം ഇവർക്ക് നല്ല കൊമ്പും ചില്ലും കണ്ട അതേപോലെ നല്ല വളർച്ച വരും. ഇതേ കണ്ട, ഇവർ മുളക് തൈ നിൽക്കുമ്പോൾ നോക്കി ഇത്രയും വട്ടത്തിലാണ് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ അതനുസരിച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് തന്നെ. ഞാൻ ആദ്യം ഒരു കുഴി എടുത്ത് വിടാണ്. കണ്ടേ, നമ്മൾ ആദ്യം കുറച്ച് കുഴി കുത്തി കൊടുത്തിട്ടാകുമ്പോൾ നമുക്കിങ്ങനെ തൈ വേഗം വെച്ച് പോവാം കേട്ടോ. ഇനി അതേപോലെ ഞാൻ കുറച്ച് കുഴി കുത്തിട്ട് ഷായേട്ടൻ്റെ തൈ അവിടെ നിന്ന് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് ആദ്യം നമ്മുടെ കുമ്മായൊക്കെ ഇട്ടിട്ട് ഒരാഴ്ചയോളം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് വീണ്ടും ഒന്നും കൂടി കൊത്തിയണക്കി നമ്മൾ നട്ടു കൊടുക്കുന്നത്. എണ്ണം കൂടുതലുണ്ടാകുമ്പോഴേ ഞാനും കൂടി സ്മിതയുടെ കൂടിയാലും ഒരു സ്പീഡിലൊന്നും കഴിയില്ല. പിന്നെ എനിക്ക് എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ നടാനൊരു ഇഷ്ടമാണ് കേട്ടോ. കുറച്ചാകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇന്നത്തെ ഇവിടുത്തെ പണി കഴിഞ്ഞു, അതുകൊണ്ടാണ് അപ്പോൾ നമ്മളും കൂടി കൂടാന്ന് വെച്ചത്. കാരണം ഇന്നിപ്പോൾ ഉച്ച തിരിഞ്ഞല്ലോ, അല്ലെങ്കിൽ പിന്നെ ഷായേട്ടൻ്റെ പറമ്പിൽ അല്ലെങ്കിൽ ഞാനിങ്ങനെ ശരിക്കും ചെയ്തിടും കളച്ച്. പിന്നെയുള്ളതൊക്കെ സ്മിതയുടെ കാര്യമില്ല. അപ്പം നമ്മുടെ നോക്കിയാൽ മുളകിൻ തൈകൾ നടൽ കഴിഞ്ഞ് ഒപ്പം തന്നെ നമ്മൾ നനച്ചും കൊടുത്തു കേട്ടാ. ഇവിടെ കിടന്ന് നടക്കാൻ പറ്റില്ല. ഞാൻ വെറുതെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ആക്കിയപ്പോഴേക്കാണ് എൻ്റെ ചെരുപ്പിൻ്റെ അടി കണ്ട ഇതേപോലെയാണ് മണ്ണ് പിടിക്കുക. കാരണം നമ്മൾ കൊത്തിയിളക്കി ഇട്ടിട്ടുള്ള സ്ഥലമായ കാരണേ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷായേട്ടൻ്റെ ഇടയിൽ പോകേണ്ട വന്നു കേട്ടോ, പണി സ്ഥലത്തേക്ക് പോകേണ്ട വന്നു. എന്നാലും മുളകിൻ തൈകളൊക്കെ വയ്ക്കാനായിട്ട് അവസാനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ടിട്ട് അത് ഞാൻ വിട്ടുപോയി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കണ്ണൻകുട്ടീനെ കുറിച്ചിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണൻകുട്ടീനെ കൊണ്ടുവന്നില്ലേ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം ഞാൻ കണ്ണൻകുട്ടീനെ കൊണ്ടുവരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻകുട്ടീനെ കൊണ്ടുവന്നാലേ അവനത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത്രയും സമയം ഇരിക്കാനായിട്ട്. അവൻ കൂടുതലും കെടുക്കല്ലേ, പിന്നെ നമ്മുടെ സപ്പോർട്ട് വേണം. പിന്നെ ചെയറിലിരുത്തിയാൽ തന്നെ അവന് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇരുത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവനന്ന് കൊണ്ടുവരാണ്ടിരുന്നത് കേട്ടാ. പക്ഷെ കണ്ണൻകുട്ടീനെ കുറിച്ച് ചോദിച്ചതിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവൻ അന്വേഷിക്കുന്നുണ്ടല്ലോ. അവനാണെങ്കിൽ അതങ്ങനെ കേൾക്കേണ്ട താമസമുള്ളൂ. നമ്മൾ കണ്ണൻകുട്ടീനെ അന്വേഷിച്ചിട്ട് അമ്മയുടെ വീഡിയോയിൽ നിന്ന് പറഞ്ഞാൽ തന്നെ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് നമ്മുടെ